അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് വന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ആണ്. ഡ്രീം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എൽട്ടൺ പ്രൈം എന്ന് പറയുന്ന അവരുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള മോഡലാണിത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ പ്രൊഡക്റ്റിന് കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ തന്നെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒരു പക്ഷേ നിങ്ങൾ ഡ്രീം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സ്മാർട്ട് ഹോം അപ്ലയൻസസ് ഇവർ ഒരുപാട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. ആമസോണിലൊക്കെ നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റും ബ്രാൻഡുമാണ് ഡ്രീം എന്ന് പറയുന്നത്. ആമസോണിൽ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്നുണ്ട്. ഡ്രീമിന്റെ പ്രൊഡക്റ്റുകൾക്കൊക്കെ 60% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ടൈം ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി ഇവന്റെ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വാക്വം ചെയ്യാനും മോപ്പ് ചെയ്യാനും രണ്ടും പറ്റും. അതായത് വെറ്റ് മോപ്പിംഗും ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മോപ്പിംഗ് ചെയ്തതിന് ശേഷം സെൽഫ് മോപ്പിംഗ് ക്ലീനിങ്ങിന്റെ ഒരു ഫീച്ചർ കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് മോപ്പ് ഒരുപാട് അഴുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇതിന്റെ ബേസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം എടുത്തിട്ട് ക്ലീൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇത് സെൽഫ് ആയിട്ട് ഡ്രൈ ചെയ്യുകയും ചെയ്യും. മനസ്സിലായി? ഞാൻ ഏകദേശം ഒരു 1 മന്തോളമായിട്ട് ഈ ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ സെൽഫ് ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ള ഒരു ഇതിന്റെ ആ ഒരു മോപ്പ് പാടാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഒത്തിരി യൂസ് ചെയ്ത് ഞാൻ അതിനുശേഷവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് സെൽഫായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല സെറ്റപ്പ്, നല്ല വൃത്തിയായിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ കൈകൊണ്ട് പോലും വരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാട് ഇത്രയും ക്ലീൻ ആകത്തില്ല. അത്രയും നല്ല രീതിയിൽ സെൽഫ് മോപ്പ് ക്ലീനിങ് ഈ ഒരു മെഷീനിൽ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ 2 കണ്ടെയ്നറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഒരെണ്ണം ക്ലീൻ വാട്ടറും മറ്റൊരെണ്ണം വേസ്റ്റ് വാട്ടറുമാണ്. ക്ലീൻ വാട്ടർ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി 2.5 ലിറ്റർ ആണ്. അപ്പൊ ഇതിൽ വേസ്റ്റ് വാട്ടർ വരുന്നത്, അതായത് മോപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന വേസ്റ്റ് വാട്ടർ ഈ വേസ്റ്റ് കണ്ടെയ്നറിൽ കളക്ട് ആവും. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ എടുത്തൊന്ന് കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും. ഈ ഡസ്റ്റ്ബിന്റെ കപ്പാസിറ്റി 450 ml ആണ്. പൊടിയും അതേപോലെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കച്ചറ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം വലിച്ച് വാക്യൂം ചെയ്ത് ഈ ഡസ്റ്റ്ബിന്റെ ആയിട്ടായിരിക്കും കളക്ട് ആകുന്നത്. ഈ ഡസ്റ്റ്ബിൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് അത് ഫിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു വാക്യൂമിംഗ് നടക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് 150 മിനിറ്റ്സിന്റെ റൺ ടൈം ഈ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറിൽ കിട്ടും. അതായത് നമ്മൾ ഇതങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറോളം നിന്ന് പണി ചെയ്തോളും. ഇടയ്ക്കിടയ്ക്ക് വന്ന് മോപ്പാട് ക്ലീൻ ചെയ്യും. വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ വെറ്റ് ചെയ്യാനുള്ളത് എടുത്തിട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ചെയ്തോളും. നമ്മൾ ഇതിൽ സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ കാര്യങ്ങൾ നടന്നോളും. പിന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി നൽകിയിരിക്കുന്നത് 5200 mAh ആണ്. പിന്നെ ഇതിൽ ഇന്റലിജന്റ് മോപ്പ് റേസിംഗ്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് 7 mm വരെ ഇതിന്റെ മോപ്പ് ലിഫ്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ ആവശ്യമുള്ള ഇടങ്ങളിൽ മോപ്പ് ലിഫ്റ്റ് ചെയ്യുകയും താഴ്ത്തുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റ് ഡിറ്റക്ഷൻ. അതായത് കാർപ്പറ്റിലൊക്കെ നമ്മളിപ്പോൾ മോപ്പ് ചെയ്യാൻ വെറ്റ് മോപ്പിങ്ങിന് വേണ്ടി ഇതിനെ ഇറക്കി വിട്ടു. അപ്പൊ ഇത് നേരെ കാർപ്പറ്റിലൊക്കെ കയറി മോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കാർപ്പറ്റിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കാർപ്പറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇവനെ വെച്ചിട്ട് മോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സോണിൽ അവിടെ ക്ലീനിങ് വേണ്ട, ഇവനെ എവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സെക്ഷൻ പവർ കപ്പാസിറ്റി 4000 p ആണ്. അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള സെക്ഷനിങ് ഈ ഒരു മെഷീനിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ നമുക്ക് 3 ഡിഫറെന്റ് ഫ്ലോർ മാപ്പിംഗും ഇതിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഓരോ ഫ്ലോറിലും ഓരോ മാപ്പിംഗ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അവിടോട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലോറിന്റെ മാപ്പിംഗ് നമ്മൾ സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് ആ മാപ്പ് ചെയ്തതിനനുസരിച്ച് ക്ലീൻ ചെയ്തോളും. പിന്നെ ഇതിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ പോയിട്ട് ഇവനെ എത്ര വലിയ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് പോകുന്നുള്ളൂ. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഇതിന്റെ ക്യാമറ നൽകിയിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് കളറിലെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് ഇതിന്റെ ക്യാമറ ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നല്ല വൈഡ് ആയിട്ട് തന്നെ ആ ക്യാമറയിൽ ആ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇതിന് കാണാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഫ്രണ്ടിലും അതേപോലെ സൈഡിലും ഒക്കെ ആയിട്ട് സെൻസറുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയാം, ഇത് പോയിട്ട് പെട്ടെന്ന് ഇടിച്ചല്ല മനസ്സിലാക്കുന്നത്, എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇത് അതിന് ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ചെറിയ മില്ലി സെക്കൻഡ്സിലൊക്കെ ആയിരിക്കും ആ ഒരു കാര്യം ഡിറ്റക്ട് ചെയ്തിട്ട് ഇടിക്കാതെ അതിനനുസരിച്ച് ഒതുങ്ങി ഇത് പോകുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മിക്ക വാക്യൂം ക്ലീനറുകളും ഇതുപോലുള്ളത് പോയി ഇടിച്ച് ഞെരുങ്ങി എവിടെയെങ്കിലും പോയിട്ട് സ്റ്റക്ക് ആകുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയില്ല. ഇത് കറക്റ്റ് ആയിട്ട് അത്ര നല്ല രീതിയിലുള്ള സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കി ഇടിയും ബഹളമൊന്നും ഇല്ലാതെ വളരെ നൈസ് ആയിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ ഈ ഇതുപോലുള്ള റോബോട്ടിക് വാക്യൂം ക്ലീനർ വാങ്ങുമ്പോൾ മിക്ക ആളുകൾക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് ഈ കോർണർ
കോർണേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യുമെന്നൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പൊ എനിക്കും ഇത് വാങ്ങുമ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ബട്ട് ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ മോപ്പ് ചെയ്യുന്ന സമയത്ത് എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ ഇത് കറങ്ങി നിന്നിട്ട് ഓരോ ഭാഗവും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട, അൺബോക്സ് ചെയ്യാം. ഓൾറെഡി ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്, എന്നാലും ഞാൻ ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കും. ഇതിന്റെ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് റിസീവ് ആയതെന്നുള്ള കാര്യം ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതിനുള്ളിലാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ ഈ കാണുന്നതാണ് ഇതിന്റെ ഡോക്കിംഗ് സ്റ്റേഷൻ. ഇത് മറ്റൊരു ബോക്സ് ആണ്. ഈ ബോക്സിനുള്ളിലാണ് നമ്മുടെ റോബോട്ട് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷൻ. ഡോക്കിംഗ് സ്റ്റേഷന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ ഞാൻ പറഞ്ഞുതരാം. താഴെയായിട്ട് ഈ കാണുന്ന ഓപ്പൺ സ്പേസിലാണ് റോബോട്ട് വന്ന് ചാർജ് ചെയ്യുന്നത്. ഇതിന്റെ ഈ ഓപ്പൺ സ്പേസിലായിട്ട് കുറെ സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് ഈ ബ്ലാക്ക് കളറിലുള്ള പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ സിഗ്നൽ ഏരിയ. ഒപ്പം തന്നെ ഇതിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ചാർജിങ് കോൺടാക്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ വാഷ് ബോർഡ് ഏരിയ. ഇത് റാമ്പ് എക്സ്റ്റൻഷൻ ആണ്. ഇത് നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെയാണ് റോബോട്ട് ഈ ഒരു സ്റ്റേഷനിലേക്ക് കയറുകയും ചാർജ് ചെയ്യുകയും വേസ്റ്റ് വാട്ടർ കളയുകയും ഫ്രഷ് വാട്ടർ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ടോപ്പ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 2 ടാങ്കുകൾ നൽകിയിട്ടുണ്ട്. ഇത് ക്ലീൻ വാട്ടർ കളക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ടാങ്ക് ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ബ്ലാക്ക് കളർ ടാങ്കിൽ വേസ്റ്റ് വാട്ടർ കളക്ട് ആവും. അതായത് റോബോട്ട് മോപ്പ് ചെയ്തതിന് ശേഷം വരുന്ന വാട്ടർ ഒക്കെ ഇതിലായിരിക്കും കളക്ട് ആവുക. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ഇത് നിറഞ്ഞു കഴിയുമ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് ആക്സസറി ബോക്സ് ആണ്. ആക്സസറി ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ 2 മോപ്പ് പാഡുകൾ ലഭിക്കുന്നുണ്ട്. ഇത് മോപ്പ് പാഡാണ്. ഇത് നമുക്ക് റോബോട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ഡോക്കിംഗ് സ്റ്റേഷന് പവർ നൽകാനുള്ള പവർ കോഡാണ്. ഇതൊരു സൈഡ് ബ്രഷ് ആണ്. ഇത് നമ്മൾ റോബോട്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. യൂസർ മാനുവലും വാറണ്ടി കാർഡും. ഫൈനലി ഈ കാണുന്നതാണ് നമ്മളുടെ റോബോട്ട് വാക്വം ക്ലീനർ. ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ചെറിയൊരു കമ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലാണ് ഈ വേസ്റ്റ് പൊടിയും കാര്യങ്ങളും ഒക്കെ കളക്ട് ആകുന്നത്. ഇത് ഫുൾ ആകുന്നുണ്ട് മാനുവലി നമ്മൾ ഇതെടുത്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെയും ഒരു ഫിൽറ്ററും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതായത് പൊടിയൊക്കെ കളക്ട് ആകുമ്പോൾ മോട്ടറിലേക്ക് പൊടിയൊന്നും പോയിട്ട് ഡാമേജ് ഒന്നും ഉണ്ടായിരിക്കാനാണ് ഈ ഫിൽറ്റർ നൽകിയിട്ടുള്ളത്. ഈ ഫിൽറ്റർ നമുക്ക് ഇവിടെ ഒന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുത്ത് ഇതും ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തന്നെ നമുക്ക് തിരിച്ചിതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാമേ. ഇവിടെ ആയിട്ട് 2 വലിയ വീലുകൾ നൽകിയിട്ടുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താണു പോകുന്ന ടൈപ്പ് വീലുകളാണ്. ഫ്രണ്ടിലായിട്ടൊരു യൂണിവേഴ്സൽ വീലാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതിന്റെ കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കുന്ന വീലാണിത്. അതിനോടൊപ്പം തന്നെ ഈ കാണുന്നത് ഒരു ബ്രഷ് സെറ്റപ്പ് ആണ്. ഇത് നമുക്കിങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. പൊടിയും അഴുക്കും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്നത് ഈ ഒരു ബ്രഷാണ്. ഇത് നമുക്ക് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്കിതൊക്കെ ഊരാനും ഇടാനും ഒക്കെ സാധിക്കും. ഇതേപോലെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറി ലോക്ക് ആയിക്കോളും. അതിനോടൊപ്പം ഇവിടെ ആയിട്ടാണ് മോപ്പ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ ഇതേപോലെ മോപ്പാഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോപ്പാഡ് കണക്ട് ആവും. ഇനി നമുക്കിതിൽ സൈഡ് ബ്രഷ് കണക്ട് ചെയ്യണം. ഇവിടെ ആയിട്ടാണ് സൈഡ് ബ്രഷ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സൈഡ് ബ്രഷ്. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്താൽ മതി. സൈഡ് ബ്രഷും കണക്ട് ആവും. ഇത്രയും പരിപാടിയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇതിന്റെ സെറ്റിംഗ്സുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അൺബോക്സിംഗിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഈ ഡ്രീം ആപ്പിന്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഗോ ടു ദ ഡിവൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഓൾറെഡി നമ്മൾ മാപ്പ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ നമുക്ക് ഒരു ഫ്ലോർ മൊത്തം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ സെലക്ട് ചെയ്ത് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഫ്ലോറും ക്ലീൻ ചെയ്യും. ഇനി റൂംസ് വൈസ് ആണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റൂം സെലക്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഓരോ റൂമുകളായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ചിലപ്പോൾ പെരയുടെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഭാഗം മാത്രമായിട്ട് ക്ലീൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കിവിടെ മാപ്പ് എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോൺ വൈസ് നമുക്ക് വിർച്വൽ വാൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഏരിയ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ റൂമിന് പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ
റീനെയിം എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാൽ ലിവിംഗ് റൂം ആണോ, ബെഡ്റൂം ആണോ, പ്രൈമറി റൂം ആണോ, അത് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ ഇത് പ്രൈമറി റൂം കൊടുത്തു, അടുത്തൊരു റൂം സെലക്ട് ചെയ്തു, അതിനുശേഷം റീനെയിമിൽ വന്നു ഇത് സെക്കൻഡറി റൂം കൊടുത്തു. ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും പ്രൈമറി റൂം, സെക്കൻഡറി റൂം, കിച്ചണ്, അങ്ങനെ ഓരോന്നിനും നമുക്ക് ഓരോ പേരുകൾ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനൊപ്പം തന്നെ ഇവിടെ ക്ലീൻ മോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് മോഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വാക്യൂമിംഗ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മോപ്പിംഗ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. മോപ്പിംഗ് പ്ലസ് വാക്യൂമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിന്നെ സക്ഷൻ സെറ്റിംഗ്സ് ഉണ്ട്. ടർബോ വേണമെങ്കിൽ ടർബോ, സ്ട്രോങ്, സ്റ്റാൻഡേർഡ്, ക്വയറ്റ്, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ടർബോ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സക്ഷനിങ് ആയിരിക്കും ഇതിൽ കിട്ടുക. അപ്പം ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മൾ മോപ്പ് ചെയ്യുന്നുണ്ടെ നമുക്ക് മോപ്പ് ഏത് രീതിയിലാണ് വേണ്ടത്, വെറ്റ് ഭയങ്കര കൂളായിട്ട് വെറ്റ് ആയിട്ടുള്ളത് വേണോ, മോയിസ്റ്റ് ആയിട്ടുള്ളത് വേണോ, അതോ സ്ലൈറ്റ്ലി ഡ്രൈ ആയിട്ടുള്ളത് വേണോ, ഏത് വേണമെന്നുണ്ടെങ്കിലും അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ക്ലീനിങ് ടൈംസ്, അതായത് 1x ആണോ 2x ആണോ, എത്ര ടൈം ക്ലീൻ ചെയ്യണം അതും നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ റൂമിന് വേണ്ടി സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് റോബോട്ടിനെ വിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഫംഗ്ഷൻസ് തീർന്നില്ല. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കൂടി ഇവിടെ വരും. ഇവിടെ ക്ലീൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്ലീനിങ് റോബോട്ട് വെച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഷെഡ്യൂൾ ക്ലീനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈം ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ കാർപ്പറ്റ് ക്ലീനിങ് സെറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർപ്പറ്റ് ക്ലീനിങ് റെക്കഗ്നൈസേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് കാർപ്പറ്റ് അവോയ്ഡ് ചെയ്യും ക്ലീനിങ് ടൈമിൽ. പിന്നെ കാർപ്പറ്റ് അഡാപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർപ്പറ്റ് ഐഡന്റിഫൈ ചെയ്ത് ഇത് ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെ കാർപ്പറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം റോബോട്ട് അതിന്റെ സക്ഷൻ പവർ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ക്വയറ്റ് മോഡാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും കാർപ്പറ്റിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സെക്ഷൻ പവർ ഇൻക്രീസ് ചെയ്തിട്ട് നല്ല ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ് ചെയ്യും. അടുത്തായിട്ട് ഇന്റലിജന്റ് മോപ്പിംഗ് സെറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് വൈഡ് കവറേജ് ഓഫ് എഡ്ജ് ആൻഡ് കോർണർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് നല്ല രീതിയിൽ എഡ്ജസും കോർണേഴ്സും ഒക്കെ ക്ലീൻ ചെയ്യും. ഇവിടെ അക്സസറി യൂസേജിൽ വരുന്നുണ്ട്. ഈ ഒരു റോബോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്സസറീസ് ക്ലീൻ ചെയ്യാതെ എത്ര മണിക്കൂർ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ, സൈഡ് ബ്രഷ്, മെയിൻ ബ്രഷ്, ക്ലീൻ സെൻസർ, മോപ്പാട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യാറായോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ബേസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ അതിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ബേസ് സ്റ്റേഷൻ ക്ലീനിങ്ങിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബേസ് സ്റ്റേഷൻ ഇതേപോലെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ റോബോട്ട് മാനേജ്മെന്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചൈൽഡ് ലോക്ക് ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, റിസ്യൂം ക്ലീനിങ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് റോബോട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ആവുകയോ സ്ട്രക്ക് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും അത് റിസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരെ ആ എവിടെയാണോ സ്റ്റോപ്പ് ആയത് അവിടെ നിന്ന് തന്നെ ആയിരിക്കും വീണ്ടും ഇത് സ്റ്റാർട്ട് ആയിട്ട് പോവുക. പിന്നെ റിമോട്ട് കൺട്രോളിന്റെ ഓപ്ഷൻ ഉണ്ട്. ലൊക്കേറ്റ് മൈ റോബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് വിളിച്ചു പറയും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. അപ്പൊ റോബോട്ടിനെ ഇറക്കി വിടുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഏത് ഏരിയ ആണോ ക്ലീൻ ചെയ്യേണ്ടത് അത് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് നേരെ ഇറങ്ങി ആ ഒരു സെലക്ടഡ് ഏരിയ മൊത്തം ക്ലീൻ ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. എനിക്കിത് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എന്താ, പലപ്പോഴും നമ്മുടെയൊക്കെ ബെഡിന്റെ അടിയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂലൊക്കെ ഇട്ട് എത്ര നമ്മൾ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ പൊടി അതിനടിയിലൊക്കെ കാണും. പക്ഷേ ഈ സാധനം ഞാൻ യൂസ് ചെയ്താൽ തുടങ്ങിയതിന് ശേഷം ബെഡിന്റെ അടിയൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും റൂമിൽ ഫുൾ ക്ലീനിങ്ങിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് കയറി എല്ലാ ഭാഗങ്ങളും നമ്മുടെ കൈ എത്താത്ത ഭാഗങ്ങൾ വരെ ക്ലീൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂല് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെ ഏത് രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്താലും നമ്മുടെ കണ്ണിപ്പെടാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ ക്ലീനിങ്ങിന് കംപ്ലീറ്റ് ആകാത്ത പൊടി വരെ ഇത് വലിച്ചെടുക്കും. ചെറിയ ചെറിയ കണികളുണ്ടല്ലോ പൊടിയുടെ ചെറിയതായിട്ടുള്ളത്, അത് നമുക്ക് ഒരിക്കലും തൂത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. ആ സാധനം വരെ ഇത് വലിച്ചെടുക്കും. അപ്പം ഈ അലർജി, ഡസ്റ്റ് അലർജി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇതുപോലുള്ള വാക്യൂം ക്ലീനറുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമതായിട്ട് സാമാന്യം നല്ലൊരു സെക്ഷൻ പവർ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പൊടിയാണെങ്കിൽ പോലും നമ്മൾ ഒരു ക്ലീനിങ്ങിനെ വിട്ടുള്ളെങ്കിൽ പോലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ സെൽഫ് മോപ്പ് ക്ലീനിങ് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ആവശ്യമുള്ളപ്പോൾ പോയി ക്ലീൻ ചെയ്യും, ഡ്രൈ ചെയ്യും. അതായത് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, നമ്മൾ അതിന്റെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ മോപ്പ് ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒരു ട്രേ ഉണ്ട്. ആ ട്രേ എടുത്ത് നമ്മളൊന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ട്രേ ആണ്. അത് നമുക്ക് ഊരി എടുത്തിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വാഷ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, അതിന് മുമ്പ് ഇത് ചാർജിങ് സ്റ്റേഷനിൽ വന്ന് ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഇതിൽ നോട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ്, ഇതിൽ ഹെയർ കയറി പെട്ടെന്ന് കുരുങ്ങുന്ന ഒരു പ്രശ്നമില്ല. കുരുങ്ങെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു വാക്യൂം ക്ലീനറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രൈസിൽ ഇടയ്ക്കിടയ്ക്ക് വേരിയേഷൻ വരുന്നുണ്ട്. പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് ഇത്രയും കൂടി പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റുകളിലൂടെയും ലൈക്കുകളിലൂടെയും അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകൾ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ നല്ല നല്ല കണ്ടന്റുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കനിലൂടെ
ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.